ആദ്യമായി തന്നെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ സാക്ഷി പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന സെബാസ്റ്റ്യൻ. ആലപ്പുഴ ജില്ലയിലെ പൂന്തോപ്പ് സെൻറ്റ് ഫ്രാൻസിസ് അസിസി ചർച്ച് ഇടഭാഗമാണ് ഞങ്ങൾ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 23/1/2019 ആദ്യമായി തന്നെ ഇവിടെ വന്ന ദിവസം തന്നെ എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചു. അന്ന് മുതൽ ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. എന്നും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും മുടക്കം വരാതെ അതിൻ്റെ നിയമങ്ങളെല്ലാം പാലിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് സാധിച്ചു തന്ന ഒന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ പാസ്സായി കിട്ടണമെന്ന്. സീറോ മെറിറ്റിൽ ജീവിക്കുന്ന അവന് 10ാം ക്ലാസ് പാസ്സാവുക വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നിയോഗമായി വെച്ചത് അവൻ പാസ്സായി കിട്ടുവാണെങ്കിൽ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ സാധിക്കണമേ എന്നായിരുന്നു. അതെനിക്ക് സാധിച്ചു തന്നു. അതുപോലെ തന്നെ അവന് അഡ്മിഷൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ലാതെ വരരുത് മാതാവേ, നീ ഇടപെട്ട് ഒരു നല്ല സ്കൂളിൽ അവന് അഡ്മിഷൻ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. സീറോ മെറിറ്റിൽ ജീവിക്കുന്ന അവന് സയൻസ് ഗ്രൂപ്പ് തന്നെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. 1 രൂപ പോലും ഞാൻ മുടക്കിയതില്ല. അതിന് മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ +1 അവൻ എല്ലാ വിഷയത്തിനും പാസ്സായി, +2 പാസ്സായി. അത് മാതാവിൻ്റെ തൈലവും കാശുരൂപവും ഉപ്പ് ഉപയോഗിച്ചാണ്. എന്നും എൻ്റെ ഒപ്പം 2019 മുതൽ അവൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഞാൻ എല്ലാ ബുധനാഴ്ചയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസങ്ങളിലെല്ലാം മുട്ടുനിർത്തി നിന്ന് തിരി കത്തിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോൾ അവൻ പരീക്ഷ കഴിയുന്നോ ആ സമയം വരെ ഞാൻ പ്രാർത്ഥനാ മുറിയിലായിരിക്കും. എനിക്ക് മാതാവിനോടും ഈശോയോടും ഒത്തിരി സ്നേഹം തോന്നാറുണ്ട്. എന്നെ ഈ അൾത്താരയിൽ നിർത്തുവാൻ സാധിച്ചതിന്. +1 +2 പാസ്സായി. സീറോ മെറിറ്റിൽ നിന്ന് അവനെ ഇത്രയും അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഒത്തിരി നന്ദി ഞാൻ പറയുക. ഉപ്പും തൈലവും കാശുരവും അവന് ഞാൻ കൊടുത്തുവിടും. അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവൻ ബൈബിൾ വായിക്കുമ്പം എന്നും സന്ധ്യാപ്രാർത്ഥന ചൊല്ലി മുടങ്ങാതെ. 2019 ഞാൻ ഉടമ്പടി എടുത്ത നിമിഷം മുതൽ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. സന്ധ്യാമണി അടിക്കുമ്പോൾ ഞങ്ങൾ 4 പേരും ഒന്നിച്ചിരുന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയ ശേഷമേ ഞങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ പോകാറുള്ളൂ. അതുപോലെ തന്നെ 153 മണി ജപം ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീടിന് ചുറ്റും മുറികളിലും ഇരുന്ന് ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായന നടത്തും. അത് തീർച്ചയാണ്. ഉടമ്പടി പ്രാർത്ഥന എന്നീ കൃപാസന മാതാവിൻ്റെ അടുക്കലെത്തിയോ അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി ധ്യാനം മുടങ്ങിയിട്ടേയില്ല. എല്ലാ ദിവസവും അച്ഛൻ്റെ ത്യോക്കും കാണും. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴെല്ലാം സാക്ഷ്യവും കേൾക്കും. അതുപോലെ തന്നെ ഫോണിലൂടെ സാക്ഷ്യവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഡെയിലി ബ്രെഡും സ്ഥിരമായി കാണും. അത് ഷെയർ ചെയ്തു ഞാൻ എൻ്റെ കാര്യം മുന്നോട്ട് നോക്കുന്നത്. ഈശോയും മാതാവും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ +2 പാസ്സായി കഴിഞ്ഞപ്പോൾ എന്തൊരു കോഴ്സിന് ഇവനെ വിടുവണം എന്ന് എനിക്കറിയില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, സീറോ മെറിറ്റിൽ നിൽക്കുന്ന എൻ്റെ മോനെ +2 വരെ ആക്കിയത് അമ്മ മാതാവാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും അമ്മ മാതാവ് നടത്തി തരണം. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒരു അമ്മ മാതാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഇവനെ ഞാൻ ഏച്ചു. ഒരു പ്രതീക്ഷ പോലുമില്ലാതെ ഇവൻ BSc നേഴ്സിന് അഡ്മിഷൻ പോകണമെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മോൻ BSc നേഴ്സിന് പോകാൻ. അവന് ഇഷ്ടമില്ലെങ്കിലും അവൻ പോയി. ഫസ്റ്റ് ഇയറും അവൻ പാസ്സായി. ഇതെല്ലാം നടത്തുന്ന എൻ്റെ കാശിൽ ഇവൻ കൊണ്ടുപോകും. അതുപോലെ തന്നെ ഉപ്പും തൈലവും ഇവന് ഞാൻ കൊടുക്കും. ഇവൻ അതനുസരിച്ച് ചെയ്യും. അങ്ങനെ പ്രാർത്ഥിച്ച് സാക്ഷിയൊക്കെ കേട്ട് എവിടെ പോയാലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടേ അവൻ പോവുള്ളൂ. അവൻ കോളേജിൽ BSc നേഴ്സിന് പോയപ്പോൾ അവന് ഇതെല്ലാം കൊടുത്താണ്. രാവിലെ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അവനോട് പറയും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച ശേഷമേ നീ
ഏത് കാര്യത്തിനും പോകാവുള്ളൂ. അതുപോലെ തന്നെ കോളേജിൽ പോകുമ്പോഴും എല്ലാം ഇത് തന്നെ ഉപയോഗിച്ചു. ആ വർഷം പരീക്ഷയ്ക്ക് പോയപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയും മാതാവിൻ്റെ തൈലവും ഉപ്പും കാശുരൂപവും കൊടുത്താണ് അവനെ ഞാൻ വിട്ടത്. അവൻ അതെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഫസ്റ്റ് ഇയർ അവന് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും ഈ അമ്മ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തൈലവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും അവൻ കേൾക്കുമായിരുന്നു. അതുപോലെ ചെയ്തതിൻ്റെ ഫലം സെക്കൻഡ് ഇയറിലും അവൻ പാസ്സായി. തേർഡ് ഇയറിൽ 2025 അവൻ ഉടമ്പടി എടുത്ത് 5/5/2025 അവന് ഉടമ്പടി എടുക്കുന്നിടം വരെയും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. എന്ത് പ്രയാസം വന്നാലും എന്നെ വിളിച്ചു പറയും, അമ്മ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ വരുവാന്ന്. ഞാൻ പറയും, അമ്മ മാതാവിനെ നിൻ്റെ കൂടെ തന്നു വിട്ടിട്ടുണ്ട്, നിൻ്റെ കയ്യിൽ അമ്മ മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം ഉണ്ട്, അതെല്ലാം ചേർത്ത് പിടിച്ച് കൊന്ത ചൊല്ലി നീ എന്നും പ്രാർത്ഥിച്ച ശേഷം നിനക്ക് അവിടെ നിൽക്കാനും നിൻ്റെ എല്ലാ ശാരീരികവും മാനസികമായ അസ്വസ്ഥതകളും നികത്താനും നിനക്ക് സാധിക്കും. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അമ്മ ഇവിടെ നിന്നെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ ഇവൻ്റെ പരീക്ഷ നടക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അൾത്താരയുടെ സക്കരാരിയുടെ അവിടെ തിരുവോസ്തിയിൽ അവിടെ വന്ന് മുട്ടുകുത്തി എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എപ്പം പരീക്ഷ തുടങ്ങുന്നോ അന്നേരം മുതൽ ഞാൻ ഈ കൃപാസനത്തിലാണ്. അവൻ്റെ പരീക്ഷ തീരുമ്പോഴാണ് ഞാനിവിടുന്ന് പോകുക. എനിക്ക് മാതാവ് തന്ന കൃപകൾക്ക് ഞാൻ ഒത്തിരി പറയുന്നു. അതിനോടൊപ്പം ബാക്കി സാക്ഷ്യം പറയും. എൻ്റെ പേര് ജിജോ മോൻ സെബാസ്റ്റ്യൻ. ഞാൻ BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. എൻ്റെ തേർഡ് ഇയർ എക്സാം എഴുതിയായിരുന്നു. ഇൻ്റേണൽ മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തോറ്റുപോയി പരീക്ഷയ്ക്ക്. യൂണിവേഴ്സിറ്റി എക്സാമിന് തോറ്റുപോയി. അപ്പം വീട്ടിൽ വന്നിട്ട് ആരോടും മിണ്ടുന്നില്ല. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ റൂൾസ് അതൊന്നും ഞാൻ പാലിക്കത്തില്ല, അത് കാരണം ഞാൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നീ ഒന്ന് പോയി എടുക്ക്, മാതാവ് നിന്നെ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പോയി ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. രൂപം വായിക്കാൻ വേണ്ടി എനിക്കൊരു മാതാവിൻ്റെ രൂപം വായിക്കാൻ വേണ്ടി സാധ്യത കിട്ടി. അപ്പം അങ്ങനെ രൂപം വായിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ വീട്ടിൽ വന്നു, ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനം അതെല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോളേജിൽ ചെല്ലുമ്പം ഇൻ്റേണൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ്റേണൽ എക്സാമിന് ഞാൻ എഴുതി. വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും എല്ലാം കൊണ്ടുപോയി 3 വട്ടം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പരീക്ഷ എഴുതി. ഇൻ്റേണൽ എക്സാമിന് മാർക്ക് അന്ന് തന്നെ വന്നപ്പോൾ ഇൻ്റേണൽ എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എക്സാം എഴുതി. യൂണിവേഴ്സിറ്റി എക്സാമിനും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തത്. വിശുദ്ധ വസ്തുക്കളും കൊണ്ടുപോയി. അന്ന് രാവിലെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊന്നും അറിയില്ല, എൻ്റെ കൂടെ ഉള്ളവർക്കെല്ലാം പഠിച്ചു, എനിക്കൊന്നും അറിയില്ല, പാസ്സാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞ് നീ വിശുദ്ധ വസ്തുക്കളുമായിട്ട് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ ആ സമയത്ത് ഇവിടെ കൃപാസനത്തിൽ വന്നിരിപ്പുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അവിടെ പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും വേദന കണ്ടിട്ട് ഞാൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ പാസ്സാവും ഇങ്ങനെ പറഞ്ഞു. റിസൾട്ട് ഞാൻ അപ്പം അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പം പരീക്ഷയുടെ ആൻസറുകളാണ് പറയുന്നത്. എനിക്കൊന്നും പറയാനില്ല അവരുടെ മുമ്പിൽ. അപ്പം ഞാൻ പറഞ്ഞു എല്ലാ വട്ടവും ചുമപ്പ് കാണിക്കുന്ന അവിടെ ഒരു പച്ചയെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞു. റിസൾട്ട് വരുമ്പോൾ പാസ്സെന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. പരീക്ഷയുടെ റിസൾട്ട് വന്നു. കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒന്നും എഴുതിയിട്ടില്ലടാ, എങ്ങനെയാണെന്ന് ഞാൻ ജയിക്കുമെന്നൊന്നും തോന്നുന്നില്ല. റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് ജിജോമൻ്റെ റിസൾട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പം പാസ്സെന്ന് പറഞ്ഞ്. അവിടെ വന്ന ഉടമ്പടി കൃപാസനത്തോട് വിശ്വാസം ഇല്ലാത്തവരും വരെ അന്ന് തൊട്ട് ഇവിടെ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷ എഴുതുന്നുണ്ട്. അവരെല്ലാം പാസ്സാകുന്നുമുണ്ട്. അങ്ങനെ തേർഡ് ഇയർ പാസ്സായിട്ട് ഫോർത്ത് ഇയർ വന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ തുടങ്ങി. ഫോർത്ത് ഇയറിൻ്റെ പരീക്ഷ സമയത്ത് എന്നിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഏറ്റെടുക്കും, നിങ്ങളാരും ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, എൻ്റെ ജീവിതം ഇവിടം വരെ എത്തിയിരുന്ന മാതാവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പം എല്ലാവരും പറഞ്ഞ് താങ്കളെല്ലാം പാസ്സാവുകയാണെങ്കിൽ കൃപാസനത്തിൽ വന്ന് മാതാവിനെ വന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എല്ലാവരും വരണം. അന്ന് രാവിലെ പരീക്ഷ 3 സബ്ജക്റ്റ് ഉണ്ട്. ആ 3 സബ്ജക്റ്റിന് സമയത്തും എല്ലാവരും എൻ്റെ കയ്യിൽ വിശുദ്ധ വസ്തുക്കളും ഞങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥനയില്ല പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. പരീക്ഷയുടെ റിസൾട്ട് വന്നു. പരീക്ഷയുടെ ഇടയ്ക്ക് ഞാൻ അമ്മയെ വിളിച്ച് പറയും, അമ്മ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തിരിച്ചു വരാനാഗ്രഹം, എന്നെയും കൊണ്ട് പറ്റുന്നില്ല, OBGയും അതൊന്നും എൻ്റെ തലയിൽ കയറുന്നു പോലും ഇല്ല അമ്മ,
അപ്പം എൻ്റെ കൂടെയുള്ള പിള്ളേർ ഏറ്റവും പഠിക്കുന്നവർ വരെ പറഞ്ഞു മാനേജ്മെൻറ്റ് എന്നൊരു വിഷയമുണ്ട്, അതൊന്നും തലയിൽ കയറുന്ന വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ വിശുദ്ധ വസ്തുക്കൾ അവർക്ക് കൊടുക്കും, അവർക്ക് ആ ഹോസ്റ്റലിൽ ആർക്കെന്ന് ആ കോളേജിൽ പറ്റിയ എൻ്റെ ഉടമ്പടി വസ്തുക്കളോ എന്തെങ്കിലും ഞാൻ കൊടുക്കും. അപ്പോൾ അവരുടെ പെട്ടെന്ന് സുഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിൻ്റെ കൂടെ എൻ്റെ മാതാവ് വരുന്നു, നീ അതിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പരീക്ഷാളിൽ നിന്ന് പരീക്ഷ എഴുതി ഞാൻ കരഞ്ഞുകൊണ്ടാണ് പരീക്ഷാളിൽ നിന്ന് ഇറങ്ങി വന്നത്. എൻ്റെ കൂടെ ഉള്ളവർ, ഞാൻ ആരോട് ചോദിച്ചാൽ എല്ലാവർക്കും പറയാം സിമ്പിൾ പരീക്ഷയാണ്, എനിക്കൊന്നും പറയാനില്ല ആരുടെ മുമ്പിൽ. എന്നിട്ട് പരീക്ഷാളിൽ നിന്ന് വന്ന് ഞാൻ പരീക്ഷ റിസൾട്ട് വന്നു. 4/3/2026 എക്സാം റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പം എൻ്റെ വൈകിട്ടായപ്പോൾ റിസൾട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീരൊരിക്കലും ഇനിയും കരയുന്ന എനിക്ക് കാണാൻ പറ്റില്ലേ, എനിക്ക് വേണ്ടി വേദന, ഞാൻ ജനിച്ച കാലം തൊട്ട് അവർ രണ്ടും വേദനിക്കുന്നതാണ്, അത് ഇനിയും കാണാൻ പറ്റില്ലേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ കൊടുത്തവരെല്ലാവരും പാസ്സായി. എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, എൻ്റെ ബാച്ചിലുള്ള എല്ലാവരും പാസ്സാകണമെന്ന്. റിസൾട്ട് വന്നു, എല്ലാവരും പാസ്സായി. മിക്കവരും വന്ന് എൻ്റെ ബാച്ചിലുള്ളവരെല്ലാം വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ ആരെന്ത് എന്നോട് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് എൻ്റെ പേരല്ല പറയുന്നത്, കൃപാസന മാതാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ മാതാവാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അതെന്നും എവിടെയും വെച്ച് ഞാൻ പറയും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഇവിടുന്ന് മേടിക്കും. ചങ്ങനാശ്ശേരി, വണ്ടാനം, തിരുവല്ല അവിടെയെല്ലാം ഞാൻ കൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറയും, നിനക്ക് ആലപ്പുഴ കൊടുത്താൽ. ഞാൻ പറഞ്ഞ് ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പത്രം കൊടുക്കുന്ന ആലപ്പുഴ ഒരിക്കലും, ആലപ്പുഴ അറിയാവുന്ന ആൾക്കാർക്കല്ല, ഇവിടെ ദൂര സ്ഥലത്ത് കൊണ്ട് കൊടുക്കണമെന്ന്. ഞാൻ അങ്ങനെ ദൂര സ്ഥലത്ത് കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് ചങ്ങനാശ്ശേരി. അപ്പോൾ ഓരോരുത്തർ എന്നോട് ചോദിക്കും, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം നടന്നിട്ടുണ്ടോ എന്ന്. ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മൊത്തം പറയും. എൻ്റെ 10ാം ക്ലാസ് തൊട്ട് എൻ്റെ ഡിഗ്രി വരെ എൻ്റെ ജീവിതത്തിൽ നടന്ന മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമേ ഞാൻ പറയല്ല. അപ്പോൾ അവർ എൻ്റെ കയ്യിൽ പത്രം മേടിക്കും. പിന്നെ കാശിരങ്ങൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കും. പിന്നെ ബൈബിള് വായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു എല്ലാവരുടെ അടുത്തും. ഉടമ്പടി എടുത്തപ്പം തൊട്ട് ഞാൻ ആരെങ്കിലും എന്നോട് എല്ലാം പറഞ്ഞാൽ ആ സമയത്തൊന്നും വിട്ടത്. എൻ്റെ അമ്മയുടെ അടുത്താണ് ഞാൻ കൂടുതലും ദേഷ്യപ്പെടുന്നത്. അപ്പം എൻ്റെ അമ്മ പറയും, നീ പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്ന് പറയും. അങ്ങനെ ഞാനിപ്പം അങ്ങനെ ദേഷ്യപ്പെടുന്ന അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ എൻ്റെ ഈ ഒരു 10 രൂപയെങ്കിലും എൻ്റെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. എൻ്റെ അമ്മ മാതാവിനും യേശുവിനും കോടാനുകോടി നന്ദി. പ്രഭാഷകൻ 17:29 കർത്താവ് തൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. ജിജോമോൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് നാം കേട്ടത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനം തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ഓരോരുത്തരെയും ഉടമ്പടിയിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സന്ദേശമാണ്. പ്രിയമുള്ളവരെ, ഒരാളിലൂടെ അനേകരെ ദൈവം അനുഗ്രഹിക്കുന്ന വലിയൊരു പദ്ധതിയാണ് മരിയൻ ഉടമ്പടി എന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ അടയാളമാകുമെന്ന് അബ്രഹാത്തോട് പറഞ്ഞ അതേ വാഗ്ദാനം ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളോടും ഇന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മെറിറ്റ് കുറവാവട്ടെ, സമ്പത്ത് കുറവാവട്ടെ, സൗന്ദര്യം കുറവാവട്ടെ, ജോലി സാധ്യത കുറവാവട്ടെ, നമുക്ക് എന്തൊക്കെയാണോ കുറവെന്ന് നാം കാണുക, ആ കുറവുള്ളിടത്തൊക്കെയും ദൈവകൃപയാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിന് ഉടമ്പടിയിൽ ചേർന്ന് നിൽക്കാം. അമ്മ മാതാവ് ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മുഴുവൻ പ്രയാസങ്ങളും അകറ്റി നമ്മുടെ ജീവിതത്തെ ഉയർത്തും, മഹത്തരമുള്ളതാക്കും, അനേകർക്ക് അനുഗ്രഹമായി നമ്മളെ കൈമാറുകയും ചെയ്യും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.